കൂടി ഉൾപ്പെടുന്ന ചില പരാതികൾ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ സാദിഖ് അലി തങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ട് തന്നെ ഉള്ളതെന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ നുണയന്മാർ പറഞ്ഞൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. ഈ മുഷാവറയിലുള്ള എല്ലാ മെമ്പർമാരെയും കള്ളന്മാർ എന്ന പദത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച് പറഞ്ഞു. അപ്പോൾ തങ്ങൾ എണീറ്റിട്ട് ഈ കള്ളന്മാരെ ഞാനും പെടുമല്ലോ, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്നുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തു. നിങ്ങൾ യോഗം നടത്തിക്കോളി എന്നും പറഞ്ഞുകൊണ്ട് തങ്ങൾ പുറത്തേക്ക് പോയി. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവം ഉണ്ടായത്. തുടക്കത്തിൽ വന്ന ചില വാർത്തകൾ അദ്ദേഹം ഇറങ്ങിപ്പോയില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നതിൽ സമസ്തയുടെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ഉമർ ഫൈസി മുക്കത്തിനോടുള്ള നിലപാട് കടുപ്പിക്കുകയാണ് സംഘടനയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം. ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് സമസ്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. ഇക്കാലം അത്രയും സമസ്ത പുലർത്തിപ്പോന്ന അന്തസ്സിനെ ബാധിക്കും. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്തുനിന്ന്. സമീർ, അപ്പോൾ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ട്. പുതിയ പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ ഈ പോരിംഗ് ഇപ്പോഴും തുടരുകയാണല്ലോ സമീർ. ഉണ്ടായ സമസ്ത മുഷാവറ യോഗത്തിൽ എല്ലാത്തിനും ഒരു അന്തിമ പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു നേതാക്കൾ മുഷാവറ യോഗത്തിന് മുൻപോടിയായി പറഞ്ഞതെങ്കിലും എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ കലഹത്തിലേക്ക് പോയി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ജഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് സമസ്ത നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ അത് സത്യമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് നിലവിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. ഇന്നലെ ഈ ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വന്ന സമയത്ത് ജഫ്രി തങ്ങളാണ് ഈ ഉമർ ഫൈസിയോട് താങ്കളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനോട് താങ്കൾ പുറത്തു പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞത്. എന്നാൽ അപ്പോൾ ഉമർ ഫൈസി മുക്കം പുറത്തേക്ക് പോകാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ചില നുണയന്മാർ അല്ലെങ്കിൽ ചില കള്ളന്മാർ ചില കള്ളത്തരങ്ങൾ പറയുന്നു എന്നായിരുന്നു ഉമർ ഫൈസി മുക്കം പറഞ്ഞത് എന്നാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ കള്ളന്മാർ എന്നുള്ള പ്രയോഗം ജഫ്രി തങ്ങളെ അലോസരപ്പെടുത്തി അങ്ങനെ ജഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് നിലവിൽ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എന്ന വേറെ പ്രധാനപ്പെട്ട കാര്യം. സമാനമായ രീതിയിൽ ഈ ഉമർ ഫൈസി മുക്കത്തിനൊപ്പം തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുമെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഈ അബ്ദുൽ സമദ് പൂക്കൂട്ടർ അടക്കമുള്ള നേതാക്കൾ. അവർ ഇന്നും പരസ്യമായി തന്നെ ഇവർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ത് വില കൊടുത്തും ഈ ലീഗ് വിരുദ്ധർക്കെതിരെ പ്രത്യേകിച്ച് ഉമർ ഫൈസിക്കെതിരെയും സുപ്രഭാതത്തിലെ നിലപാടിനെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് നിലവിൽ ഈ പക്ഷം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ എന്നാൽ ഉമർ ഫൈസി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടില്ല. മറിച്ച് ഇന്നലെ രാത്രിയിൽ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും സമസ്തയിലെ ഈ ഒരു വിഭാഗീയത ഈ ഒരു തർക്കം അത് കൂടുതൽ രൂക്ഷമായി പോകുന്നു. ഇനി 15 ദിവസത്തിനകത്തായിരിക്കും അടുത്ത മുഷാവറ യോഗം ചേരുക. അതിന് മുന്നോടിയായി ഇനി എന്തൊക്കെ നടക്കുമെന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഈ സംയമന ചർച്ചയൊക്കെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുമായി